ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ്. ഹോൾ വീഡിയോ അല്ല, ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് നൈക്കിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതിലേതെങ്കിലും സെപ്പറേറ്റ് ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോട് പറയാം. അപ്പോൾ നമുക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യാം. പിന്നെ ഇപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെലൈക്കൺ വരും. ആ ബെലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ തന്നെ കാണാനായിട്ടും പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ ഈ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ഞാൻ എൻ്റെ ക്യാമറ കിട്ടിക്കഴിഞ്ഞിട്ട് ഉടനെ ശരിയാക്കാം കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇത് ഞാൻ വീടിൻ്റെ അപ്സ്റ്റേഴ്സിലാണ്, കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അത് നമുക്ക് ശരിയാക്കി എടുക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടെന്ന് ഓരോന്നായിട്ട് നോക്കാം. ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനത്തെ സീൽഡ് ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ ഇതിനകത്ത് ഇതേപോലെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇങ്ങനെയെല്ലാം ബബിൾ ഡ്രാപ്പ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ പ്രോഡക്ട്സും കണ്ടു, ഇതേപോലെ ബബിൾ ഡ്രാപ്പ് ചെയ്തിട്ടാണ് എല്ലാ പ്രോഡക്ട്സും കിട്ടുന്നത്. അമ്മ എന്തോ താഴെ ഫുഡ് ഉണ്ടാക്കേണ്ടതെന്ന് തോന്നുന്നു. ചുമ വരുന്നത് മുളകാണോ നോക്കട്ടെ. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് ഷാംപൂസ് ഓർഡർ ചെയ്തായിരുന്നു. എന്നോട് കുറേ പേര് ഷാംപൂവിൻ്റെ റിവ്യൂ വേണമെന്ന് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിയത് ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ്ഡ് ആയുർവേദിക് ഗ്രീൻ ആപ്പിൾ ഷാംപൂ ആണ്. ഈ ഷാംപൂ ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു ദീദിയുടെ ഷാമ്പൂ ആണ്. ഇത് റിവ്യൂവിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതെനിക്കറിയാം എൻ്റെ എൻ്റെ ഹെയർ ടൈപ്പിനത് മാച്ച് ആവില്ല. ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡ്രൈയിങ് ആയിരുന്നു എനിക്ക്. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞു നല്ലതാണെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി എങ്ങാനും നല്ലതായിട്ടുണ്ടെങ്കിലോ നിർത്തിട്ട് ഞാൻ ഒന്നുകൂടി വാങ്ങിയതാണ്. ചെറിയ സൈസാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ അടുത്ത് ഞാൻ വാങ്ങിച്ചത് ഒരു മേബിലിൻ്റെ കോമ്പാക്റ്റ് ആണ്. ഇത് കോറൽ ഷെയ്ഡിലുള്ളതാണ്. വീറ്റീഷ് ടു ഡസ്കി സ്കിൻ ടോണിന് വേണ്ടിയിട്ടുള്ളതാണ്. SPF 28. അപ്പോൾ ഇതും യൂസ് ചെയ്ത് നോക്കണം. ഓക്കെ, പിന്നെ ഞാൻ എടുത്തത് ന്യൂട്രിജീനയുടെ ഒരു ഫേസ് വാഷാണ്. ഇത് ഭയങ്കര മൈൽഡ് ഫേസ് വാഷാണെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഭയങ്കര മൈൽഡാണിത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എപ്പോൾ എടുത്ത് പൊട്ടിച്ചുള്ളൂ. പിന്നെ ഒരു കുഞ്ഞ് ഇത് മൂന്ന് സംഭവങ്ങൾ ന്യൂട്രിജീനയുടെ 3 പ്രോഡക്ട്സും കൂടിയിട്ട് കിട്ടിയതാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാവേ. ഇത് സൺ ബ്ലോക്കാണ്. അൾട്രാ ഷീറ്റ് ഡ്രൈ ടച്ച് സൺ ബ്ലോക്ക് ന്യൂട്രിജീന. ഇത് അത്യാവശ്യം നല്ലതാണ്. ഇതിനും നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഉള്ളത് ഒരു മോയ്സ്ചറൈസറാണ്. ഇത് നല്ല മോയ്സ്ചറൈസറാട്ടോ. ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ SPF 15 ഫേഷ്യൽ മോയ്സ്ചറൈസർ വിത്ത് UV സൺ പ്രൊട്ടക്ഷൻ. സ്കിൻ ടൈപ്പ് ഒക്കെ ഉണ്ടോ? ഇതാണ് വേറൊരു പ്രോഡക്റ്റ്. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മെയ്ബിലീൻ കളർ ഷോ ക്രീമി മാറ്റ് ലിപ്സ് കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് M103 ഫ്രം ദ കോറൽ എന്നുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതെനിക്ക് അത്ര സ്യൂട്ടാവുന്നില്ല. ഇത് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത്ര ഇതല്ലാട്ടോ ഇതിൻ്റെ കളർ. ഞാനത് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത്. മിക്സ് ചെയ്തപ്പോഴാണ് പിന്നെ എനിക്ക് കുറേ കൂടി നന്നായിട്ട് തോന്നിയത്. ഇതിൻ്റെ കളർ ഇതാണ്, പക്ഷെ ഇതെനിക്ക് അത്ര സ്യൂട്ടായില്ല. ഇതൊരു കുറച്ച് ഫെയർ ആയിട്ടുള്ളവർക്ക് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നു തോന്നുന്നു. എനിക്ക് അതിനകത്ത് കളർ കണ്ടപ്പോൾ നന്നായിട്ട് തോന്നി വാങ്ങിയതാണ്. സാരില്ല, നമുക്ക് എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഇതിനകത്ത് ഞാൻ വാങ്ങിയത് ഈ ഒരു നീം ഫേഷ്യൽ കിറ്റാണ്. ഇതിനകത്ത് ഒരു 5 പ്രോഡക്ട്സോളം ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. നീം ഫേഷ്യൽ അല്ല, നീം പാക്ക്. നോർമൽ ടു ഓയിലി സ്കിന്നിനുള്ളതാണ്. പ്യൂരിഫൈങ് നീം പാക്ക്, അതാണ് ഫസ്റ്റ് സംഭവം. പിന്നെ ഉള്ളത് എല്ലാം ഭയങ്കര സെക്യൂർ ആയിട്ടാണ് ഇതിനകത്ത് വെച്ച് വരുന്നില്ലല്ലോ. പിന്നെ ഉള്ളത് നീമിൻ്റെ ഒരു സ്ക്രബാണ്. എല്ലാം 50 ഗ്രാമിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ, എല്ലാം തന്നെ. പിന്നെ ഉള്ളത് നമ്മുടെ നോർമൽ ഫേസ് വാഷ്. ഈ ഫേസ് വാഷൊക്കെ ഞാൻ നിർത്തിയതാണ്. സാറ്റിൽ നമുക്ക് അമ്മൂന് കൊടുക്കും. പിന്നെ ഉള്ളത് ഒരു ടോണറാണ്, ക്ലാരിഫയിങ് ടോണർ. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ താഴെ എന്നോട് കമൻറ്റ് സെക്ഷനിൽ പറയണേ. പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ, ബദാം ആൽമണ്ടിൻ്റെ ആണ്. പിന്നെ ഉള്ളത് ഒരു ക്ലെൻസിങ് മിൽക്കാണ്. ഫോർ ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളത് ക്ലെൻസിങ് മിൽക്ക് ഉണ്ട്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു എന്തോ ഒരു
നമ്മളിങ്ങനെ ചെയ്യുന്ന സംഭവം അല്ലെങ്കിൽ എൻ്റെ കവള് ചാടിയിരിക്കുക. ഓക്കെ, ഇതാണ് വേറൊരു സാധനം. യെസ്, അപ്പോൾ നമ്മുടെ കഴിഞ്ഞു പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോട് പറയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യാം. പിന്നെ ഈ ഒരു ഇതിനകത്ത് നമുക്ക് ഇവർ ഇതിൻ്റെ ബില്ലാണ് തരുന്നത്. ഏതാണ് കറക്റ്റ് ബില്ല് ഏതാണെന്നുള്ള കാര്യം അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഒന്നുകൂടി ഫ്രണ്ടിലൊന്ന് തൂത്തിട്ട് അതാണ് ഇത് കളർ മാറിപ്പോയി. ഇനി എനിക്ക് വയ്യ താഴെ പോകാൻ. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു നൈക്കയിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് ട്രസ്റ്റഡ് ആണോ എന്ന്. ഞാനിപ്പോൾ 2-3 തവണ വാങ്ങിയിട്ട് എനിക്ക് നല്ലതായിരുന്നു. നൈക്കയിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ പോലും കുഴപ്പമില്ല. ക്രെഡിറ്റ് കാർഡല്ല, കാർഡ് ട്രാൻസാക്ഷൻസ് ആണെങ്കിലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. അവർ നമ്മളെപ്പോഴും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും സംഭവം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ. അപ്പോൾ എല്ലായിടത്തോട്ടും അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളതിൽ പിൻകോഡെല്ലാം അടിച്ച് നോക്കൂട്ടോ. അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ അതിനകത്ത് മനസ്സിലാവും. കാരണം ഞാൻ ഇതിന് മുന്നേ ചെയ്തിരുന്ന ക്ലബ് ഫാക്ടറി ഹോളിൽ ഒരുപാട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നായിരുന്നു. ഇവിടെ അവൈലബിൾ ആണോ, അവിടെ അവൈലബിൾ ആണോ. അപ്പോൾ എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് റിപ്ലൈ തരാഞ്ഞത്. നമ്മൾ അതിൽ തന്നെ അടിച്ച് നോക്കുക, പിൻകോഡ് അടിച്ച് നോക്കുക. അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ അവർ പറയൂല അവിടെ അവൈലബിൾ ആണെന്നുള്ള കാര്യം. പിന്നെന്താ, ഇതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ്. എല്ലാ പേയ്മെൻറ്റ് മെത്തേഡ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇത് നമ്മുടെ ഹണിവാവയാണ്. ഹണിവാവയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ കുട്ടി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹോൾ വീഡിയോ അല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നും ഈ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് പറയാം. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടി ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.